ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ബയോകെമിക്കൽ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട ചില ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഫിനൈൽകീറ്റോണൂറിയ, ഇൽക്കപ്റ്റിനൂറിയ തുടങ്ങിയ കുറിച്ച് ചില ഏകജീനുകളുടെ ഉൽപരിവർത്തനം, മ്യൂട്ടേഷൻ, രാസാഗ്നികളുടെ അഭാവത്തിന് കാരണമാകുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു. അതായത് മെറ്റബോളിക് ബ്ലോക്ക്. അതായത് സിംഗിൾ ജീൻ ഡിസോർഡേഴ്സിന്റെ ഫലമായിട്ട് രാസാഗ്നികളുടെ അഭാവത്തിന് കാരണമാകുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇത് ജന്മനാൽ സംഭവിക്കുന്ന ചില വൈകല്യത്തിന് ഇൻബോൺ എറേഴ്സ് ഇൻ മെറ്റബോളിസത്തിന് കാരണമാകും. ഈ ഇൻബോൺ എറേഴ്സ് ഇൻ മെറ്റബോളിസം എന്ന് നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയാണ്? ആർച്ചിബാൾഡ് ഗാരോഡ്. ഇപ്പം 1908 ആർച്ചിബാൾഡ് ഗാരോഡ് ആണ് ഉപാപചയ പ്രവർത്തനത്തിലെ തകരാറ് മൂലമുണ്ടാകുന്ന ജന്മസിദ്ധമായ പിശകുകളെ കുറിച്ച്, അതായത് ഇൻബോൺ എറേഴ്സിനെ കുറിച്ച് ആദ്യമായി പഠിച്ചത്. ഫിനൈലല്ലാനിന്റെയും ടൈറോസിന്റെയും ഉപാപചയ പ്രവർത്തനങ്ങളിൽ, അതായത് മെറ്റബോളിസത്തിൽ വരുന്ന തടസ്സം കൊണ്ട് ജന്മനാൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഇതൊക്കെ വരും: ഫിനൈൽകീറ്റോണൂറിയ, ആൽക്കപ്റ്റോണൂറിയ, ടൈറോസിനോസിസ്, ആൽബിനിസം, ഇതൊക്കെ വരും. പിന്നെ ഇതോടൊപ്പം ഒരു വേർഡ് നമ്മൾ കേൾക്കുക, ഗാരോഡ്സ് ടെട്രാഡ്. ചില PSC ടെസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും വേർഡ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഉപാപചയ പ്രവർത്തനങ്ങളിലെ തകരാറ് മൂലം ഉണ്ടാകുന്ന ജന്മസിദ്ധമായ പിശകുകളിൽ ഇൻബോൺ എറേഴ്സ് മെറ്റബോളിസത്തിൽ ഗാരോഡ് ആദ്യം മനസ്സിലാക്കിയത് ഈ 4 ഡിസീസാണ്: സിസ്റ്റീനൂറിയ, ആൽബിനിസം, ആൽക്കപ്റ്റോണൂറിയ, പെന്റാനൂറിയ എന്നീ തകരാറുകളെ കുറിച്ചാണ് ആദ്യം അദ്ദേഹം മനസ്സിലാക്കിയത്. ഇതിനെയാണ് ഗാരോഡ് ടെട്രാഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗാരോഡ് ടെട്രാഡ് എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകരുത്. അപ്പൊ ആൽബിനിസം, ആൽക്കപ്റ്റോണൂറിയ നമുക്ക് അറിയാമല്ലോ. അതോടൊപ്പം സിസ്റ്റീനൂറിയ, പെന്റാനൂറിയ. അപ്പൊ ചിലപ്പോഴും ഗാരോഡ് ടെട്രാഡിൽ വരാത്ത ഡിസോർഡർ ഏതാണെന്ന് ഇത് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പക്ഷെ ഇതുമായിട്ട് തെറ്റിപ്പോകരുത്. എന്താണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് ഡിസീസിനെ കുറിച്ചാണ്? അത് ഫിനൈൽകീറ്റോണൂറിയ, ആൽക്കപ്റ്റോണൂറിയ, ടൈറോസിനസ്, ആൽബിനിസം. ഓക്കെ, ഇനി നമ്മുടെ ശരിക്കുമുള്ള കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ ചാർട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇത് ഫിനൈൽ അലാനിൻ, അതുപോലെ അതിൽ നിന്നാണല്ലോ ടൈറോസിൻ കിട്ടുക. ഈ 2 അമിനോ ആസിഡിന്റെയും കാറ്റബോളിസമാണ് ഈ കാണിച്ചിരിക്കുക, അപചയം. ഇത് നമ്മൾ ബയോകെമിസ്ട്രിയിൽ അമിനോ ആസിഡിന്റെ മെറ്റബോളിസം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയും ഇത് വരും. അപ്പൊ ഇപ്പൊ ഇത് മനസ്സിലാക്കിയിരുന്ന അതിനും കൂടെ ഉപയോഗമാണ്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻ ഇതിലെന്ന് വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫിനൈൽ അലാനിൻ, ടൈറോസിൻ, എന്നിട്ട് പല ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്, അവസാനം അസറ്റോ അസറ്റേറ്റും ഫ്യൂമറേറ്റും ഉണ്ടാകുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അത് ഞാൻ മെറ്റബോളിസം പറയാം, എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് ഫിനൈൽ അലാനിനും ടൈറോസിനും ശരിക്കും 2 തരത്തിലുള്ള എൻഡ് പ്രോഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്, അല്ലേ? എന്തെല്ലാം? അസറ്റോ അസറ്റേറ്റും ഫ്യൂമറേറ്റും. അതുകൊണ്ട് ഫിനൈൽ അലാനിൻ ടൈറോസിന് ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ്. പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ മെറ്റബോളിസം പറയുമ്പോൾ പറയും. അതും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫിനൈൽ അലാനിൻ ടൈറോസിനും എന്ത് തരം അമിനോ ആസിഡ്? ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ്. അതെന്താണെന്നൊന്നും ഞാൻ അങ്ങോട്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇനി ഈ കാറ്റബോളിസം ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ക്വസ്റ്റ്യൻ ഈ ചാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന്. അതിലോട്ട് പോയതിന് ശേഷം ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇതാണ് ഇന്നിപ്പോൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷെ മറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നോക്കി, ടൈറോസിനിൽ നിന്നാണ് ഡോപ്പാമൈൻ, ഡോപ്പാമൈനിൽ നിന്ന് നോറെപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിനിൽ നിന്ന് എപ്പിനെഫ്രിൻ. ഇത് മൂന്നും കൂടി പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാറ്റക്കോലമൈൻസ് എന്ന് പറയും. അപ്പൊ കാറ്റക്കോലമൈൻസ് ഇവിടെ ഏതൊക്കെയാണ്? ഡോപ്പാമൈൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ. അത് ഏതിൽ നിന്നാണ്? ടൈറോസിനിൽ നിന്ന്. ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ? അപ്പൊ ഇത് 3 കാറ്റക്കോലമൈൻ. ഇനി തൈറോക്സിൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഇത് 3 ഹോർമോൺസ് അല്ലേ? ഈ ഹോർമോൺസ് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നും അല്ലേ കിട്ടുന്നത്? അപ്പൊ ഇത് 3 അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോൺസ് ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി, ടൈറോസിനേസ് എൻസൈം സഹായത്താൽ ഡോപ്പ കിട്ടുന്നു. ഡോപ്പാക്കിനോയിൽ നിന്ന് മെലാനിൻ പിഗ്മെന്റ് ഇല്ലെങ്കിൽ ആൽബിനിസം അല്ലേ? അപ്പോൾ ആൽബിനിസം ടൈറോസിനേസ് എൻസൈമിന്റെ ഡിഫക്റ്റീവ് ഉണ്ടല്ലേ? ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ശരിക്കുമുള്ള മെറ്റബോളിസം. ഫിനൈൽ അലാനിൻ become ടൈറോസിൻ in the presence of enzyme phenylalanine hydroxylase. ഏതാണ്? ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈം.
അപ്പോൾ ഫിനൈൽ കീറ്റോണൂറിയ എന്തുകൊണ്ട് വരുന്നു? ഫെയിലർ ഓഫ് കൺവേർഷൻ ഓഫ് ഫിനൈൽ അലാനിൻ ടു ടൈറോസിൻ. അതൊരു കാര്യം. ഏത് എൻസൈമിന്റെ ഡിഫക്റ്റ് ആണ്? ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഇനി എന്ത് ഡിഫക്റ്റ് ആണ് വരുന്നത്? ഇത് സ്വരൂപ ക്രോമസോമിലെ ഗുപ്ത സ്വഭാവ വൈകല്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. കണ്ടോ? ഓട്ടോസോമൽ. സപ്പോസ് ഇപ്പൊ നോർമൽ പീപ്പിളിന് ഇപ്പോ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച്, അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല. സ്മോൾ എച്ച് വന്നാല് അല്ലെ, ഇപ്പോൾ റെസസീവ് ആണ്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ. പിന്നെ ഈ രോഗം ബാധിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഫിനൈൽ അലാനിൻ എന്ന അമിനോ ആസിഡിന്റെ മനസ്സിനെ എന്താണ് ടൈറോസിനാക്കി മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ കാരണം എന്താ? രാസാഗ്നിയുടെ അഭാവം മൂലം ഫിനൈൽ അലാനിൻ അടിഞ്ഞുകൂടും. ഫിനൈൽ അലാനിൻ കൂടുന്ന വഴി അവിടെ ഫിനൈൽ പൈറുവിക് ആസിഡും പിന്നെ അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. പോയിന്റ് മനസ്സിലാക്കുക. അപ്പോൾ ഫിനൈൽ അലാനിൻ നോട്ട് കൺവേർട്ട് ടു ടൈറോസിൻ. അപ്പോൾ ഫിനൈൽ അലാനിൻ അവിടെ കൂടും ബ്ലഡിലൊക്കെ. അന്നേരം ഫിനൈൽ പൈറുവിക് ആസിഡ് ഓർത്തിരിക്കുക കൂടും. അപ്പൊ ഫിനൈൽ പൈറുവിക് ആസിഡ് മൂത്രത്തിലൂടെ അരിച്ചു കളയാനായിട്ട് വൃക്കകളുടെ ആകിരണ തോത് ഇതിന് കുറവാണ്. ഫിനൈൽ പൈറുവിക് ആസിഡ് അരിച്ചു കളയാൻ വൃക്കയ്ക്ക് അത് ആകിരണ തോത് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫിനൈൽ പൈറുവിക് ആസിഡ് മൂത്രത്തിലൂടെ പോകും. അപ്പൊ പിന്നെ ഒരു കാര്യം ഓർക്കുക, അൽക്കപ്റ്റനൂറിയ ഇതുമായിട്ട് തെറ്റിപ്പോകരുത്. അൽക്കപ്റ്റനൂറിയയിൽ യൂറിനിലൂടെ പോകുന്ന അൽക്കപ്റ്റോൺ ആണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഫിനൈൽ പൈറുവിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്ത് ടൈറോസിൻ, അത് പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ആകുന്നു. അപ്പൊ അവിടെ ഈ എൻസൈമിന്റെ ഡിഫക്റ്റ് കൊണ്ട് ഒക്കെയുള്ള അസുഖം ഞാൻ പിന്നെ പറയാം. ഈ വീഡിയോയിൽ ഞാൻ ടൈറോസിനോസിസ് എടുക്കുന്നില്ല. ടൈറോസിനീമിയ 3 ഇനമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേക ക്ലാസ് പറയാം. ഇപ്പൊ നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ഹോമോജെൻറ്റിക് ആസിഡ് അഥവാ അൽക്കപ്റ്റോൺ ആകുന്നു. ഹോമോജെൻറ്റിക് ആസിഡ് മലൈൽ അസറ്റോസിറ്റേറ്റ് ആകുന്നു. അവിടെ ഹോമോജെൻറ്റിക് ആസിഡ് ഓക്സിഡേസ് എന്ന എൻസൈം വേണം. ഇവിടെയും ഹോമോജെൻറ്റിക് ആസിഡ് ഓക്സിഡേസ് എൻസൈം അവിടെ ഡിഫക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ തന്നെയാണ്. മിക്കവാറും ഒരു കാര്യം ഓർക്കുക, മിക്കവാറും എല്ലാം നല്ല എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ മിക്കവാറും ജനറ്റിക് ഡിസോർഡർ, ബയോകെമിക്കൽ ജനറ്റിക് ഡിസോർഡർ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഓർത്തിരിക്കുക. നമുക്ക് ഇനിയുള്ള ആൽബിനിസമാണ് ഇതെല്ലാം. അപ്പൊ ഇവിടെയും ഹോമോജെൻറ്റിക് ആസിഡ് ഓക്സിഡേസ് എൻസൈം അവിടെ ഡിഫക്റ്റീവ് ആയാൽ എന്താ സംഭവിക്കുക? ഹോമോജെൻറ്റിക് ആസിഡ് മലൈൽ അസറ്റോസിറ്റിക് ആസിഡ് ആകുന്നില്ല. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻ ആയി. അൽക്കപ്റ്റനൂറിയ എന്തുകൊണ്ട് വരുന്നു? ഹോമോജെൻറ്റിക് ആസിഡ് മലൈൽ അസറ്റോസിറ്റിക് ആസിഡ് ആകുന്നില്ല, അതൊന്ന്. പിന്നെ ഏത് എൻസൈമിന്റെ പ്രശ്നമാണ്? ആ എൻസൈം അതിന്റെ ഡിസോർഡർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഓക്കെ, ദെൻ ഹോമോജെൻറ്റിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് അൽക്കപ്റ്റോൺ. ഈ അൽക്കപ്റ്റോൺ അത് അപ്പോൾ ബോഡിയിൽ കൂടും. ഇപ്പൊ മൂത്രത്തിലൂടെ അത് വിസർജിക്കപ്പെടും. അപ്പൊ അവിടെ മൂത്രത്തിലൂടെ അത് പോകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മൂത്രം കറുത്ത നിറമാകും. കാരണം മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുമ്പോൾ അൽക്കപ്റ്റോണിന് ഓക്സീകരണം സംഭവിക്കുകയും മൂത്രം കറുത്ത നിറത്തിലാകുകയും. ഓക്കെ, അപ്പൊ അൽക്കപ്റ്റോൺ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അൽക്കപ്റ്റോനൂറിയ ഒക്രോണോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണമാകും. ഒക്രോണോസിസ് എന്ന് പറഞ്ഞാൽ അക്കുമുലേഷൻ ഓഫ് ഹോമോജെൻറ്റിക് ആസിഡ് ഇൻ കണക്റ്റീവ് ടിഷ്യൂ. മനസ്സിലായോ? പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ടൈറോസിനീമിയ 3 ടൈപ്പ് ഉണ്ട്. ടൈറോസിനീമിയ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ബയോകെമിക്കൽ ജനറ്റിക്സ് ഡിസോർഡറിൽ വരാൻ സാധ്യതയുള്ള MCQs അടങ്ങിയ പ്രാക്ടീസ് ടെസ്റ്റ് അയക്കുന്നതോടൊപ്പം ടൈറോസിനീമിയ 3 ടൈപ്പിനെ കുറിച്ചുമെല്ലാം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പിന്നെ മനസ്സിലാക്കാനുണ്ട്. എൻ്റെ ക്വസ്റ്റ്യനുമില്ല, അത് ഉടനെ ചെയ്യും. ഓക്കെ, താങ്ക് യു.